ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ജ്യൂസിൻ്റെ റെസിപ്പി ചെയ്താലോ? പഴം കൊണ്ടുള്ള കടി ജ്യൂസാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ജ്യൂസ് ചൂടുള്ള സമയത്തൊക്കെ കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണുപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ കാണാം. ഇനി നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് നന്നായി പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കുക. ഞാനിവിടെ 4 പഴം എടുത്തിട്ടുണ്ട്. 4 നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് വേണം, കുറച്ച് പിസ്ത, കുറച്ച് ബൂസ്റ്റ്, പിന്നെ പാല്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. നമ്മൾ ഈ ജ്യൂസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം കൊണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നന്നായി പഴുത്തിട്ടുള്ള പഴം ഉണ്ടെങ്കിൽ മാത്രം ഈ ജ്യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ജ്യൂസിന് അത്ര ടേസ്റ്റ് വരില്ല. ഇനി സാധാരണ നമ്മൾ ജ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ പഴം ഇട്ട് കൊടുക്കുക. മുഴുവൻ പഴവും ഞാനിതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ പാല് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും തിക്നെസ് വേണ്ട, ഇത്രയും പാല് ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ 1/2 ലിറ്ററിന് പകരം കുറച്ച് വെള്ളം, പാല് കുറച്ച് മാറ്റിയിട്ട് കുറച്ച് വെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് പിസ്ത ചേർക്കുന്നുണ്ട്. പിസ്തക്കൊന്നും പ്രത്യേക അളവില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് കാഷ്നട്ട് കൂടെ ചേർക്കുന്നുണ്ട്. കാഷ്നട്ട് ചേർത്തതിന് ശേഷം ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർക്കുക. ഇനി ഞാനിത് നന്നായിട്ട് അടച്ചെടുത്തിട്ട് വരാം. ഈ പഴം കൊണ്ടുള്ള ഈ കടി ജ്യൂസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പിസ്തയും കാഷ്നട്ടൊക്കെ കുടിക്കുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടും. അതുകൊണ്ടായിരിക്കും ഇതിനെ കടി ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് തണുത്തിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പാല് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കി എടുക്കുക. കട്ടാക്കി എടുത്തതിന് ശേഷം അടിച്ചെടുക്കുക. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. ഞാനിപ്പോൾ അത്ര തണുപ്പ് വേണ്ടാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത് ടേസ്റ്റി ആയിട്ടുള്ള ഈ ജ്യൂസ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല നല്ല റെസിപ്പീസുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിലൊരു ഓപ്ഷൻ വരും, അതിലേക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും നല്ല നല്ല റെസിപ്പീസുമായി ഞാൻ വരും. അതുവരേക്കും താങ്ക് യു, ബൈ.